എല്ലാവരും സൺഡേ ആയിട്ട് എന്നാ പരിപാടി? നമ്മളിവിടെ കുറച്ച് അടക്കാൻ മരവും പിന്നെ എന്തെന്നാ തെങ്ങും തൈയും നടാൻ പോവാണ്. നമ്മുടെ കൂടെ ഒരാളുണ്ട്, പിമ്പു മോൻ. പോവാൻ എന്നാ പറയണേ? ബംഗാൾ ബായ്. ഇതാ കാണുന്നത് നമ്മുടെ ബംഗാൾ ബായ്. ബായ് ഇന്ന് പനിയായോ? പനി വരാനാണെന്ന് തോന്നുന്നു. ഭയങ്കര ക്ഷീണം, തലയൊക്കെ കറങ്ങുന്നു. ശ്രീയോട് ഞാൻ ഞാൻ വന്നില്ലെന്ന്. അയ്യോ അല്ല, ശരിക്കും എനിക്ക് വയ്യ, പനി. ശ്രീ ഇതാ നമ്മുടെ പറമ്പ്. നമ്മൾ നമ്മുടെ പറമ്പിലെത്തി. ഇവിടെ പടിഞ്ഞാറ പറമ്പിൻ്റെ ഇപ്പുറത്തെ പറമ്പാണിത്. നമ്മളുണ്ടല്ലോ ഇവിടെ കുറച്ച് വേണ്ടേ, നമ്മൾ നട്ടുന്ന ചേനയെല്ലാം വളർന്ന് വലുതായിട്ടുണ്ട്. ഇതുണ്ടോ? പിന്നെ നമ്മളിവിടെ ഇല്ലേ ഒരു മറ്റേന്തെന്ന് ശീമപ്ലാവ് ഒരെണ്ണം നട്ടിട്ട്, അയ്യോ അതെന്തി കാടിനകത്താ. ഒരു ശീമപ്ലാവ് നട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഇത്ര ആയിട്ടുണ്ട്. പിന്നെ ഇവിടെ പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല. പിന്നെ ഞങ്ങൾ മാത്രമേ ഉള്ളൂ അല്ലേ ബംഗാൾ ബായ് അല്ലേ ബായ്? അപ്പം ഗൈസ് ശ്രീ ഇവിടെ പണിയെല്ലാം. എനിക്ക് തീരെ വയ്യ, നിൽക്കാൻ പറ്റണില്ല, കാലൊക്കെ കുഴഞ്ഞു പോണം. അപ്പം ഞാൻ വീട്ടിലോട്ട് പോവുക. പീനാറ്റുണ്ട് ശ്രീയുടെ കൂടെ. പിമ്പു പിമ്പു ചുന്ദരി ചാമിച്ച് പോകണു. അത് പീനാക്കു ആണെങ്കിൽ ശ്രീയുടെ വാലാണ് കേട്ടോ. ശ്രീ എവിടെ ഉണ്ടോ അവിടെ പിറ്റേ പോയി. എന്തേ ശ്രീയുടെ കൊച്ചെന്തേ? പിമ്പു കൊച്ചി പോയാ? നിങ്ങളൊക്കെ ഫേക്ക് ലവ്, പിനാക്കു മാത്രം ട്രൂ ലവ്. പണ്ട് തൊട്ടേ ഇങ്ങനെയാണ് കേട്ടോ. ശ്രീ എന്തെടുത്താലും പിനാക്കു ശ്രീയുടെ കൂടെ ഉണ്ട്. ഇപ്പൊ ടാറ്റ ഇതാണ്ടേ. എന്നാ പിമ്പു, നിന്നെ വല്ല കഴുന്നേ പിടിച്ചോണ്ട് പോവും. എന്നാ പിന്നെ എന്താണ്ട് ഞാൻ കണ്ട് ഗൈസ്. എന്താടാ? അയ്യോ ഉടുമ്പ്. അയ്യോ പിന്നെ അതേ പുഴയിൽ അവിടെ ഒരു ഉടുമ്പിനെ കണ്ടിട്ടാണേ അവൻ താണ്ട് ഇറങ്ങി ചെല്ലുന്നു. പിന്നെ ഇങ്ങോട്ട് പോരുവാ, കുഞ്ഞിനെ കടിക്കും. ആണ്ടേ അവൻ വെള്ളത്തിൽ ഇറങ്ങുന്നു. ഡാ പിമ്പു, കുഞ്ഞിനെ കടിക്കും. ഇങ്ങനെ പോര്, വാ. ഓ ഞാൻ വന്നപ്പോൾ അവന് ധൈര്യമായേ. ഇത്ര നേരം അവൻ കരയെ നിന്ന് കുരച്ചുകൊണ്ട് നിന്നതാണ് കേട്ടോ. ഇപ്പം ഞാൻ എടുത്തോട്ട് വന്നപ്പോൾ അവൻ വെള്ളത്തിലോട്ട് ഇറങ്ങി. എടാ ഞാൻ പോവുക പിമ്പു, ഞാൻ പോവുക, വാ. പിന്നെ നീന്തി പോണു. അപ്പോൾ പൂപ്പി ഉണ്ടായിരുന്നെങ്കിലുണ്ടല്ലോ, അയ്യോ അതിൻ്റെ പുറകെ ചാടിയാനേ അവൻ. വേണ്ടേ ബാ ഇങ്ങ് പോരും. പിന്നാക്ക് വേണ്ട ഉടുമ്പിൻ്റെ പുറകെ പോയിട്ടുണ്ട് അപ്പുറത്തെ പറമ്പിലേക്ക്. അത് എൻ്റെ പുറകെ വന്നിട്ടുണ്ട്. കഴിഞ്ഞ തവണ ഉണ്ടല്ലോ നമ്മുടെ വീടിൻ്റെ അവിടെ ഒരു പ്ലാവിൻ്റെ മേളിലൊരു ഉടുമ്പ് കയറിയപ്പോഴേക്കും പിന്നാക്കും അതിൻ്റെ പുറകെ ചെന്നിട്ട് കാലെ കുപ്പിച്ചില്ല് കൊണ്ട് പരിക്കെല്ലാം പറ്റിയിരിക്കുക. പാറക്കുട്ടിയെ ഹോസ്പിറ്റലായിരുന്ന സമയത്ത് പിന്നാക്കിനും പരിക്കെല്ലാം പറ്റി കാലൊക്കെ മുറിഞ്ഞിരിക്കുമായിരുന്നു കേട്ടോ. ആശാൻ അതെല്ലാം മറന്നുപോയി. വീണ്ടും അവൻ ഉടുമ്പിനെ കണ്ടപ്പം ഉടുമ്പിൻ്റെ പുറകെ പോയിട്ടുണ്ട്. വാടാ. ഞാനിവിടെ നിന്ന് അവൻ വീണ്ടും അങ്ങോട്ട് പോകും. അവന് ധൈര്യം കൂടും. ഇപ്പം നമ്മൾ ഇട്ടിട്ട് പോന്നു കഴിഞ്ഞാൽ നമ്മുടെ പുറകെ പോകുന്നുള്ളൂ. ഞാനുണ്ടല്ലോ പിന്നെ ശ്രീയുടെ അടുത്തോട്ട് തിരിച്ചു പോവുകയാണേ. ഇപ്പം ഞാൻ കുറച്ച് ലിപ് ബാമൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇച്ചിരി നേരം കിടന്നപ്പോൾ എൻ്റെ ക്ഷീണമൊക്കെ ഇച്ചിരി കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ശ്രീ അവിടെ എന്തായെന്ന് നോക്കാം. അപ്പം നമ്മുടെ ശിരുവിൻ്റെ വീട്, ശിരുവൊന്നും ഇവിടെ ഇല്ലെന്ന് തോന്നുന്നു. അയ്യോ, നമ്മൾ ലിപ് ബാം ഇട്ട് കഴിയുമ്പോൾ തന്നെ ഇല്ലേ മോൻ ഭയങ്കര ബ്രൈറ്റാവും. വേറെ ഒന്നും ഞാൻ ഇട്ടിട്ടില്ല, പക്ഷേ കണ്ടോ. പിന്നെ നമ്മുടെ സൂര്യൻ്റെ ഗ്ലോയും വരും. ചുരുവിൻ്റെ ഓണക്കൊലയെല്ലാം വലുതായിട്ടുണ്ട്. ഇതൊക്കെ ഓണത്തിന് വെട്ടും. ഹായ്, ഞാൻ വീണ്ടും വന്നു. അപ്പം നമ്മുടെ ശ്രീ വൻ പരിപാടിയിലാണ്. പിമ്പു വന്നില്ലേ? വീട്ടിൽ പോയി മൈക്കെല്ലായിട്ടാണ് വന്നേക്കണേ. വെൽ സെറ്റ്. നമ്മുടെ ഇവിടെ ഉണ്ടായ ഒരു അത്ഭുതക്കാ കാണിച്ചു തരാം കേട്ടോ നിങ്ങളെ. അത്ഭുതക്കാ അണ്ടേ
ഇത് നിങ്ങൾ ആരുടെയെങ്കിലും നാട്ടിലുണ്ടോ? ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? നമ്മുടെ വീട്ടിൽ മാത്രം നമ്മുടെ നാട്ടിൽ മാത്രം കണ്ടുവരുന്ന വിശിഷ്ടമായ ഒരു ചെടിയാണ് ഇത്. ഇതിനെ നമ്മൾ കൊന്നമരം എന്ന് പറയും. എന്നല്ല കേട്ടോ, നമ്മുടെ നാട്ടിലെ ചേട്ടന്മാരെല്ലാം സൺഡേ ആഘോഷിക്കാനായിട്ട് ഇവിടെയൊക്കെയാണ് വരുന്നത്. പ്രശ്നക്കാരൊന്നുമല്ല, പാവങ്ങളാണ്. അപ്പോൾ അവർ നട്ട് വളർത്തിക്കൊണ്ടിരിക്കുന്ന പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന വിശിഷ്ട മരവും അതിൻ്റെ കായുമാണ് ഇപ്പം നിങ്ങൾ കണ്ടത്. നമ്മുടെ പിനാക്യു പൂപ്പിയല്ല നമ്മുടെ പിനാക്യു കൊന്നിട്ടില്ല ഗൈസ്. അവൻ ആ ഉടുമ്പിനെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. പിന്നെ അതാ കരിക്കെല്ലാം ഉണ്ടായി കിടപ്പുണ്ട്. ശ്രീയേ, ഒരു കരിക്കിട്ട് ചിലപ്പോൾ ക്ഷീണം മാറിയേക്കും. ചോദിച്ചു നോക്കാം. ശ്രീയേ, ചേച്ചിക്കൊരു കരിക്കിട്ട് തരുമോ ചേട്ടാ? ചേച്ചിക്ക് ഭയങ്കര ക്ഷീണം. തരുവാ? എനിക്ക് കരിക്കില്ലേ? തന്നെ ഇട്ടോളെ, തോട്ടിയോടെ ഇരിപ്പുണ്ടെന്ന്. കരിക്ക് ഏതാന്ന് എങ്ങനെ അറിയും? ഈ തലകറക്കമുള്ള ഞാൻ തന്നെ ഇടണമല്ലേ? തലകറക്കമാണ് ശ്രീയെ. ആണല്ല, അയ്യോ, കരിക്ക് കണ്ടപ്പോൾ തലകറക്കം ഇച്ചിരി കൂടിയോന്നൊരു സംശയം. എന്തായാലും ഇട്ട് നോക്കാം. കേട്ടോ, നമ്മുടെ ഇവിടെ വരുന്ന ചേട്ടന്മാർക്കെല്ലാം ടച്ചിങ്സിനായിട്ട് ഒരു നട്ട് വളർത്തിയിരിക്കുന്ന കാന്താരി മുളക് കണ്ടോ. ഇതിനെല്ലാം അവരാണ് ഇങ്ങനെ പരിപാലിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. മുളകെല്ലാം ഉണ്ടായിട്ടുണ്ട്. അപ്പം നമുക്ക് കരിക്കിടാം. കരിക്ക് ശ്രീ ഇവിടെ കൊണ്ട് തോട്ടിയെല്ലാം ആക്കി വെച്ചിട്ടുണ്ട്. അയ്യോ, തോട്ടിയുടെ അരിവായില്ല. കുടുംബിനെ പിടുത്തമെല്ലാം കഴിഞ്ഞിട്ട് ബിംബോമ്മ വന്നിട്ടുണ്ട്. കണ്ട, ശ്രീ എന്ത് ചെയ്താലും പിന്നാക്കി ഇങ്ങനെ ശ്രീയുടെ മൂടത്തിലുണ്ടാവും. അപ്പോൾ നമുക്ക് ഇവിടെ കുറച്ച് ജാതിക്ക എല്ലാം വീണിട്ടുണ്ടേ. നമുക്ക് അതും കൂടെ അങ്ങ് പറക്കിക്കൊണ്ട് പോയേക്കാം. എന്തായാലും വീട്ടിലോട്ട് പോകുകയാണ്. നോക്കട്ടെ. അയ്യോ, ഇപ്പോൾ തന്നെ തട്ടി വീണേ. ആണ്ടേ ഒരെണ്ണം കണ്ടു. ക്യാമറ ഒരെണ്ണം കിട്ടി. ഞാൻ വീണ്ടും വന്നെങ്കിലും ഭയങ്കര ക്ഷീണം, ഒന്നും പറ്റണ്ടായിരുന്നില്ല. ഞാൻ കുറച്ച് ജാതിക്ക എല്ലാം ആക്കിയിട്ട് ഞാൻ വീട്ടിലോട്ട് പോവുകയാണേ. ശ്രീ അവിടെ പണിയാണ്. എന്നാ പണി? അപ്പം നമുക്ക് നമ്മുടെ വീട്ടിലോട്ട് പോവാം. വീണ്ടും വന്നു ഷിരുവിൻ്റെ വീട്. അങ്ങനെ നമ്മൾ നമ്മുടെ വീട്ടിലെത്തി. എനിക്കുണ്ടല്ലോ കുറച്ച് മധുരം കഴിക്കാൻ തോന്നണം. ഞാൻ പോയി ഇച്ചിരി അലുവ എടുത്ത് തിന്നട്ടെ. അപ്പം ബൈ. അതെ, നമ്മുടെ വീട്ടിൽ വേറൊരു ചേച്ചിയാ. നല്ല ഭംഗിയില്ലേ? കണ്ടടേ, ഞാനിപ്പോഴും അതിനെ കണ്ടടേ. നമ്മുടെ വീട്ടിൽ വേറൊരു സൂത്രവും കൂടെ ഉണ്ടായിട്ടുണ്ട്, കാണിച്ചു തരാം കേട്ടോ. വേണ്ട നമ്മുടെ ഡവ് ഓർക്കിഡ് കാണാൻ പറ്റണുണ്ടോ? കണ്ടോ, അതിനകത്തൊരു ഡവ് കുട്ടനിരിക്കുന്നത്. അച്ചോടാ, ക്യൂട്ടായിട്ടുണ്ട്. കുറേ മുട്ടുകളുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ മൂന്നാറിൽ കൊണ്ടുവന്ന ചെടി ഇതാ വീണ്ടും മുട്ടിട്ടിട്ടുണ്ട്. പക്ഷേ ഇല്ലേ, അത് നമ്മുടെ വീട്ടിൽ കളറില്ല വിരിയുമ്പോഴേക്കും. അവിടെ വെച്ചാൽ അത് നല്ല ഭംഗിയായിരുന്നു. പിന്നെ പണ്ട് ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞില്ല, ആലപ്പുഴ നിശാഗന്ധി ഇതാണ് കേട്ടോ. അത് കിളുത്തിട്ടുണ്ട്. അയ്യോ, അപ്പം ഞാൻ പോയി അലുവ തിന്നട്ടെ. അലുവ തിന്നുമ്പം ക്ഷീണം മാറും.